പറഞ്ഞാൽ പാർട്ടി എന്താണെന്ന് അറിയില്ല. മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ലെന്നാണ്. സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക്. താല്പര്യമില്ല. എന്താ ഇവിടെയുള്ള ഒരു അടിമകളും പട്ടികളുമാണോ? ഇവരുടെ മഹത്വമാണ് കേരളം കംപ്ലീറ്റ് അലയടിച്ചത്. ഇവിടുത്തെ ഈ ഒരു സാമ്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ചുമ്മാ തപ്പി നോക്കിയാൽ മതി. തോക്ക് സ്വാമി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ മനുഷ്യനെ കിട്ടും. പണ്ട് ഏത് പോലീസ് സ്റ്റേഷനിലോ മറ്റെങ്ങാണ്ടോ പോയിട്ട് തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് വെടിവെക്കുക അങ്ങനെ ചെയ്ത് ഒരു വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയ സ്വാമിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ സ്വാമി ആയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ പേര് ശ്രീ സ്വാമി ഭദ്രാനന്ദ എന്നാണ്. ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇദ്ദേഹം പരിചയപ്പെടുന്നത്. നിലമ്പൂരില് BJPക്ക് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ BJPക്കാരില്ലേ, നിലമ്പൂരിലെ BJPക്കാരൊക്കെ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വാമി ഭദ്രാനന്ദ അവരുടെ വക ഒരു സ്വാമിയല്ല ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഹിന്ദു മഹാസഭയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഈ ഒരു മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ നിശ്ചിതമായിട്ട് നമ്മുടെ BJPയെയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും ഒപ്പം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെയും ഇട്ടലയ്ക്കുന്നുണ്ട് കേട്ടോ. സുരേഷ് ഗോപി ചേട്ടൻ 5 പൈസയ്ക്ക് വിവരമില്ലെന്നാ പറയുന്നത്. രാഷ്ട്രീയം എന്തെന്നൊരു തേങ്ങണ മൂടും അറിയത്തില്ല. വെറുതെ മസിൽ പിടിച്ച് നടക്കുകയാണ്. തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന, സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, രാഷ്ട്രീയ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന നമ്മുടെ പത്രപത്രത്തിൽ ചുമ്മാ തട്ടിക്കേറുകയാണ്. അല്ലാതെ രാഷ്ട്രീയമൊന്നും ഹി ഡസന്റ് എനിത്തിങ് അബൌട്ട് പൊളിറ്റിക്സ് എന്നാണ് നമ്മുടെ സ്വാമി ഭദ്രാനന്ദ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകള് നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ ശരിയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കേട്ടോക്കൂ. സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്ന് അറിയില്ല. മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ല. വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക്. താല്പര്യമില്ല. എന്താ ഇവിടെയുള്ള ഒരു അടിമകളും പട്ടികളുമാണോ? ഇവരുടെ മഹത്വമാണ് കേരളം കംപ്ലീറ്റ് അലയടിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ പോരാളികളായിരുന്നു BJPയെ വളർത്തിക്കൊണ്ടുവന്ന ജനസംഘിന്റെ നേതാക്കൾ ഇവിടെ അത് ഉപയോഗിച്ചു. അത് അനാവശ്യ മത്സരം എന്നുള്ള വാക്ക്, അനാവശ്യ മത്സരം എന്ന വാക്ക് അദ്ദേഹവും ഉപയോഗിച്ചു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ ഉപയോഗിച്ചു. സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്ന് അറിയില്ല. മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. അതൊരു തരത്തില് സത്യമല്ലേ എന്നൊക്കെ തോന്നിപ്പോയി കഴിഞ്ഞാല് എന്നെപ്പോലുള്ള ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയില്ല. രാഷ്ട്രീയം അറിയില്ല എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് പത്രപ്രവർത്തകരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സദസ്സിൽ സംസാരിക്കേണ്ടത്? നോക്കൂ, ഇദ്ദേഹമാണ് ഏതോ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന സ്ഥലത്ത് സുരേഷ് ഗോപി എന്നൊക്കെ വിളിച്ചു പറഞ്ഞേ, മുടിയുടെ ഒരു 4 സാധനമൊക്കെ എടുത്തിട്ടിട്ട് അത് ആളുകൾ കൈയടിക്കും. സിനിമയിലാണല്ലോ ഇങ്ങനത്തെ ഭയങ്കര മാസ് ഡയലോഗുകളൊക്കെ അടിക്കുക. ആ ഭരത് ചന്ദ്ര IPS അദ്ദേഹത്തിന് പ്രേതം എപ്പോഴും നമ്മുടെ ശോഭിച്ചേട്ടന്റെ ദേഹത്തിന് പോകാത്തതുകൊണ്ട് ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാരാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ, എനിക്ക് അടുത്ത ജന്മത്തില് നമ്പൂതിരിയായിട്ട് ജനിക്കണം, പൂജാരി വർഗത്തിൽ ജനിക്കണം, ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് മേൽജാതിക്കാർ വരണം. ഇമാതിരി വർത്താനങ്ങളൊക്കെ പറയുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ. എന്തായാലും ഭദ്രാനന്ദ നല്ലപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെന്റിൽ സംസാരിച്ചാൽ അത് പൊളിറ്റിക്സ് ആവില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞു, നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ ഈ കുറെ ഓൺലൈൻ സംഖ്യകളും അതുപോലെ തന്നെ ഈ സനാതന ധർമ്മം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിന്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത്. BJPക്ക് ആണെങ്കിൽ പോലും ഗുരുജിയുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ആണോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി. ഇവരെല്ലാം കൊള്ളാൽ. ഇത് ഏകദേശം ഒരു മൂത്ത സ്ഥാനമാണ് കേട്ടോ സുഹൃത്തുക്കളെ. വിചാരധാരക്ക് കൊണ്ടുവരുന്ന പറയുന്നത്. വിചാരധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ മുസ്ലിങ്ങള് ഒന്നാമത്തെ ശത്രുക്കളായിട്ടും, ഇവിടുത്തെ ക്രിസ്ത്യൻസ് രണ്ടാമത്തെ ശത്രുക്കളായിട്ടും, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മൂന്നാമത്തെ ശത്രുക്കളായിട്ട് കാണണമെന്ന് ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് വിചാരധാര. അത് നടപ്പിൽ വരാത്തത് എന്ത് എന്നാണ് ഈ മനുഷ്യന്റെ വേവലാതി. അപ്പൊ ഇത് RSSകാരേക്കാൾ മുതിർന്ന ഒരു മൂത്ത സംഖ്യയാണ്. സംഘത്തിന്റെ മക്കളാണ്. സംഘത്തില് OTCയും എല്ലാം കഴിഞ്ഞവര് തന്നെയാണ്. ഞാനടക്കം സ്വയം സേവനാണ്. 8ാം ക്ലാസ് തൊട്ട് ഞാൻ സംഘത്തിൽ പോകുന്ന ആളാണ്. പക്ഷെ ആ സംഘമല്ല ഇന്നത്തെ സംഘം. അപ്പം
100%. നമ്മളിവിടെ ബാക്കിയുള്ള നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഇപ്പൊ സിംഹം വേട്ടയാടുന്നത് അതിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പോത്തിനെ ലക്ഷ്യം വെച്ചാൽ അതിന്റെ ചുറ്റും പല മൃഗങ്ങളുണ്ടാവും. കഴുത കാണും, കടുവ കാണും, പുലി കാണും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവൻ ലക്ഷ്യം വെക്കുന്ന ഒന്നിനാണെങ്കിൽ അവനിൽ അത് മാത്രമേ ഉള്ളൂ. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. സനാതന ധർമ്മത്തെ വിറ്റ് കാശാക്കി സനാതന ധർമ്മം എന്തെന്നറിയാതെ ഹിന്ദുത്വത്തെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരുടെ അല്ല, ഇതൊക്കെ മനസ്സിലാവുന്ന ചോദിക്കുക. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഈ സനാതന വിശ്വാസികൾ ഉണ്ടെങ്കിൽ സത്യത്തിൽ എന്താണ് നിങ്ങൾ ഈ സനാതന ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സനാതന വിശ്വാസം, സനാതന ധർമ്മം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സനാതന ധർമ്മത്തിൽ ഹിന്ദുക്കൾ എല്ലാവരും ഉണ്ടോ? കുറേ ജാതി മതം ഉണ്ടല്ലോ. ഹിന്ദുക്കളിൽ പെടുന്ന എല്ലാ ജാതികളും ഈ സനാതനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ സനാതനം മറ്റു മതസ്ഥരെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ സനാതനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഉണ്ടോ? ഇതൊക്കെ എന്റെ സംശയമാണ് കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിലും ഒരു ഉത്തരം തരാൻ ശ്രമിക്കണേ. അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, സത്യമായിട്ട് കളിപ്പിച്ചതല്ല. മുന്നിൽ ഈ ഇവിടെ കിട്ടുന്ന നമ്മുടെ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഈ കപടെ BJP-ക്കാരുടെ മുഖത്ത് കിട്ടുന്ന ഓരോ അടിയായിട്ട് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് ഇതിൽ പറയാനില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല. അതൊരു ഗംഭീര ചോദ്യം കേട്ടോ. ഞാൻ തന്നെ നമ്മളെല്ലാവരും തെരഞ്ഞെടുക്കുന്ന സമയമാണ്. സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധ്യമൊന്നുമില്ല, രാഷ്ട്രീയം അറിയില്ല. അതിന് ഭദ്രാന്തര ഉത്തരം അത് ഗംഭീരമായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല. അദ്ദേഹത്തിനെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽസ് ആണ് എനിക്ക് പറയേണ്ടി വരും. പക്ഷെ ഞാൻ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കുറെ ഈക്വൽ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. ഈക്വൽ പാർട്ടിക്കാരെന്നാണ് എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനിക്കണം. അദ്ദേഹം ആരായിക്കുന്ന ഈക്വൽ പാർട്ടി എന്നൊക്കെ പറയാൻ അദ്ദേഹം അത്രയ്ക്ക് വളർന്ന വ്യക്തിയാണോ? അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തെ പറ്റി അറിയാം? അദ്ദേഹത്തെ ഞാൻ തന്നെ ഒരു തൃശ്ശൂരിൽ ഒരു കുഞ്ഞിന് പാവൻ സ്കൂളിൽ നിന്ന് വേറൊരു ഇതിലേക്ക് മാറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ്, അതായത് പാവൻസിന്റെ 2 ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു കുടുംബം വന്നു. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ XMP എന്ന് പറഞ്ഞ ഒരു ലെറ്റർ പാഡ് ഞാൻ അടിക്കില്ല. അതാണോ രാഷ്ട്രീയക്കാരൻ? അതാണോ ഒരു ജനനേതാവ്? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. നിങ്ങൾ എന്നെ ഇപ്പൊ ട്രിഗർ ചെയ്യരുത്. ഇപ്പൊ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവാണ്. പിന്നീട് നമുക്ക് സംസാരിക്കാം. കുറച്ച് സാധനമുണ്ട്, ഞാൻ പിന്നീട് പറയാം. സ്വാമി ഭദ്രാനന്ദ്, പിന്നെ നിങ്ങളൊക്കെ ചിലപ്പോൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട്. തോക്കുസ്വാമി എന്നും വിളിക്കാറുണ്ട്. അല്ല, ഏതിൽ വിളിച്ചാല് തോക്കെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സാധനമാണല്ലോ. ധർമ്മത്തിന് വേണ്ടി ഇപ്പൊ തീവ്രവാദം നടത്തുന്ന ഇതിനല്ലല്ലോ നമ്മൾ തോക്കെടുത്ത്. അന്ന് ഇതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുത്വത്തെ അടിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാരും ഒരു ഗ്രൂപ്പിനും എതിരെ അന്ന് എനിക്ക് പോരാടേണ്ടി വന്നു. ഇന്നിപ്പോ ജനാധിപത്യ രീതിയിലുള്ള ഒരു തോക്കെടുത്തിരിക്കുക. അതാണ് ഇവിടെ അന്നത്തെ തോക്ക് വേറെ, ഇന്നത്തെ ഇപ്പൊ രാഷ്ട്രീയ തോക്കെടുത്തിരിക്കുക. തോക്കുസ്വാമി, it's not a bad name. It's something, it's unique, right? How many Swamis are here in this country owning that kind of name? Nobody is there. So it's a privilege for me. അടിപൊളി. എന്തായാലും അദ്ദേഹം വളരെ രസകരമായി സംസാരിച്ചു ഞാൻ പറയട്ടെ. കാരണം അദ്ദേഹത്തിന്റെ ഇളപ്പേരാണ് ഈ തോക്കുസ്വാമി. പക്ഷെ അദ്ദേഹം അത് ഇനി എതിർക്കുന്നില്ല, അതിന് അംഗീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും സുഹൃത്തുക്കളെ, BJP-ക്കാർക്ക് വല്ലതും മനസ്സിലാകണമോ? ബൈ.